ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെസിപ്പി മലബാറിക്കസ്. ഇന്ന് നമുക്കൊരു നാടൻ പലഹാരമായിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് നല്ല ക്രഞ്ചിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടും ഫ്ലോപ്പാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്ത് വെച്ചതാണിത്. അപ്പോൾ നമുക്കൊരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം കുറച്ച് വെള്ളത്തിൽ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം പൊടിച്ചെടുക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പേ തന്നെ നമുക്കിതൊന്ന് കഴുകിയിട്ട് ഊറ്റിയെടുക്കണം. അപ്പം വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം മാത്രം മിക്സിയിലെ ജാറിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നമുക്ക് ഒരു 2-3 തവണ നമുക്ക് കുറച്ചായിട്ട് തന്നെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഫുള്ളായിട്ട് ഇട്ടാൽ നമ്മൾ പൊടിയൂല ഈ ഒരു പൊടി. അപ്പോൾ ഈ അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടാണ്ട് ഒന്ന് സ്ട്രെയിനറിൽ ഒന്ന് അരിച്ചെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈ ഒരു ഫൈനായിട്ടുള്ള ഈ പൊടിയിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കണം. 2 മുട്ടയാണ് ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. 1/2 കിലോ നമ്മളെ ഈ അരിപ്പൊടിയിലേക്ക് നമുക്ക് 2 മുട്ടയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആദ്യം കുറച്ചിട്ടിട്ടുണ്ട്, പിന്നെ നമുക്ക് മധുരം പോരെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ചേർത്തിട്ട് നമുക്ക് ഇനി കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. കട്ടി തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്റർ നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങേൻ്റെ 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. ആദ്യം കട്ടി തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്തല്ലോ, അപ്പോൾ 2-ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ മൈദ ചേർക്കുന്നുണ്ട്. ഇപ്പം ഒരു 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പം അരിപ്പൊടി വെച്ചിട്ട് മാത്രം ചെയ്തതിനെക്കാട്ടും കൂടുതൽ പെർഫെക്റ്റായിട്ട് കിട്ടുക ഈ കുറച്ച് മൈദ, ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്താൽ കൂടുതൽ നല്ല എന്തായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മൈദ ചേർക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് മൈദ ഇതിലേക്ക് ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ മിക്സ് ചെയ്തത്. അപ്പം ഒരു 3-ാം പാൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അന്നേരം കൂടുതൽ ആ ഒരു കൺസിസ്റ്റൻസി ശരിയായിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം നിങ്ങളെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിവിടെ ഏകദേശം 1 കപ്പാണ് പഞ്ചസാര ചേർത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമ്മൾ എണ്ണയെല്ലാം ചൂടാകുന്ന ആ സമയം മതി നമുക്കിതൊന്ന് മാറ്റി വെക്കാൻ. അപ്പം ബാറ്റർ ഞാനിവിടെ നമ്മളെ മാവ് നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിനെക്കാട്ടും കൂടുതൽ നന്നായിട്ടിരിക്കുക വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താലാണ്. അപ്പോൾ നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ച് ഒന്ന് ഓയിലിൽ മുക്കിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒന്ന് 1/4 ഭാഗം മുങ്ങുന്നത് വരെ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താഴെ അടിഭാഗം ഒന്ന് ടച്ച് ആകാൻ പാടില്ല. ചീനച്ചട്ടീൻ്റെ അടിഭാഗത്ത് ഈ ഒരു അച്ച് ടച്ച് ആകാൻ പാടില്ല. കുറച്ച് പൊക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ അച്ചൊന്ന് ഷേക്കാക്കി കൊടുത്താൽ പെട്ടെന്ന് അച്ചിൻ്റെ അകത്തുനിന്ന് അച്ചപ്പം വിട്ട് വരും. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് അച്ചപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ദിവസത്തെ തലേ ദിവസം നമുക്കിത് ഓയിലിൽ ഈ ഒരു അച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് ഇത് വിട്ട് പോവുകയും ചെയ്യും ഓയിലിലേക്ക്. അപ്പം അതാണ് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഓരോ തവണയും നമുക്ക് ഈ ഒരു അച്ച് ചൂടാക്കി എടുത്തിട്ട് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് അച്ചപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു അച്ചപ്പം ഒന്ന് റെഡിയാക്കി എടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ കൂടുതൽ ഇടാണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിം അങ്ങനെ മാറ്റി നമ്മൾ ഫ്ലെയിം മാറ്റിയിട്ട് ഇത് ചെയ്തെടുക്കണം. അപ്പം സിമ്പിളാണ്, പക്ഷേങ്കിൽ കുറച്ച് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടും ഫ്ലോപ്പാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അച്ചപ്പം. ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്ത് വരുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും. ആകെ കൂടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒരു കാര്യം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അച്ച് ഒന്ന് തലേ ദിവസം തന്നെ ഓയിലിനകത്ത് മുക്കി വെക്കണം. പിന്നെ രണ്ടാമത് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഇൻ കേസ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ അടിഭാഗം ടച്ച് ആവാണ്ട് ഒന്ന് ഷേപ്പിൽ ഉള്ള രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.